Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. സംഭവബഹുലമായ കുറേ സംഭവങ്ങൾ നിറഞ്ഞ ഒരു യാത്രയ്ക്ക് ശേഷമുള്ള ഞങ്ങളുടെ മടക്കയാത്രയാണ്.
ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് പറയാം. യാത്രകൾ ഞങ്ങൾ ഒരുപാട് വേറെയും പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്നും എൻ്റെ അമ്മ ലൈഫിൽ ആദ്യത്തേതായിരുന്നു. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്. ഞാൻ ഈ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാന്ന് വെച്ചാൽ അതും പറയാം. കഥ തുടങ്ങുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അന്നൊരു പകൽ അല്ല, അതിരാവിലെ ഏകദേശം ഒരു 3-3:30 ആയി കാണും. അച്ചായ പിക്കപ്പ് 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 പ്ലീസ്. എന്തുവാടേ ഈ നേരത്ത്? അച്ചായ ഒരു അർജന്റ് കാര്യം സംസാരിക്കാനാ, പ്ലീസ് വെക്കരുത്. എന്ത് കാര്യോടാ? അതും ഈ നട്ടാപ്പാതിരായിക്ക് മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്നൊക്കെ പിന്നെ ഉറങ്ങാം അച്ചായ. ഇത് മാറ്റർ കുറച്ച് സീരിയസ് ആണ്. ഞാൻ പറയുന്നത് സമാധാനത്തോടെ അച്ചായൻ കേൾക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ നടുക്ക് വലിയൊരു കുഴി, എല്ലാം തവിടുപൊടി. അയ്യോ, എന്താ പറഞ്ഞേ? എന്തു പറ്റി? എടാ നീ കാര്യം പറ, എന്താ പ്രശ്നം? അച്ഛന് BP ഉള്ളതാണ്. അച്ചായ കാര്യം വേറൊന്നുമല്ല. എന്ത് വേറൊന്നുമല്ല, അച്ചായന്റെ ബാറ്. ഒരുമാതിരി മറ്റൊരു വർത്താനം പറയില്ല കേട്ടോ. അട്ടപ്പാരിക്ക് വിളിച്ചെടുപ്പിച്ചിട്ട് ബാറ് തുറന്നു തരാനോ? എടാ പാതിരയ്ക്ക് അടയ്ക്കുന്നവരവിടെ നിന്ന് മൂന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടാണോ പിന്നെ ഈ നേരത്ത്? എടാ ഇന്നല്ലടാ നിന്റെ പെങ്ങടെ മനസ്സമ്മതം. നമുക്കിട്ട് പണിയാതെ വീട്ടിൽ പോയ വല്ല കാര്യങ്ങൾ നോക്ക്. എടാ അച്ചായ എനിക്ക് ആ മനസ്സമ്മതം കൂടണം. അതുകൊണ്ടാ വന്ന് ബാർ തുറക്കാൻ പറഞ്ഞ. മനസ്സിലായില്ല? അതേ, ഞാൻ ഇന്നലെ അച്ചായന്റെ ബാറിൽ പെട്ടുപോയി. ഒരു 30. എന്റെ പൊന്നു മോനെ, നിന്റെ ഒരു കാര്യം, ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എന്റെ അമ്മോ. ശരി ശരി, അവിടെ നില്ല്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. താങ്ക് യു അച്ചായ, താങ്ക് യു സോ മച്ച് അച്ചായ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല, ശവം. ചുമ്മാതല്ല ഈ നാട്ടിലെ അച്ചായമാരെല്ലാം പിഴച്ചു പോകുന്നത്. കർത്താവേ, ഇനി അവിടെ കുപ്പിവെല്ലാം ബാക്കി ഉണ്ടാവോ എന്റെ അമ്മോ. വേടേ, ഇന്നിനൊന്നും നടക്കുമെന്ന് തോന്നില്ല, പോയേക്കാം. രാമേന്ദ്ര സാറല്ലേ? അതെ. കിരണിന്റെ അച്ഛൻ. ആരാ? സാറിന് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളറിയാം. കിരണിനെ അതിലും നന്നായി അറിയാം. കുറച്ച് ക്യാഷിന്റെ ഡീലിംഗ് ഉണ്ട് അവനുമായിട്ട്. അവൻ പറഞ്ഞാണല്ലോ അല്ലേ? നിങ്ങൾ ആരാ? മോനെ കാണാൻ വന്നതാണെങ്കിൽ അവൻ ഇവിടെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ നേരിട്ട് കണ്ടോ സംസാരിക്കണം. അല്ലാതെ മോനെ കണ്ട് പൂജിക്കാനൊന്നുമല്ല, അവനെ തന്നെ അങ്ങനെ കാണണമൊന്നുമില്ല. നമുക്കേ അവൻ വാങ്ങിയ കാശ് തിരിച്ചു കിട്ടിയാൽ മതി. നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മയും ഇതുപോലുള്ള പെങ്ങന്മാരും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇവനൊക്കെ വന്ന് കാല് നിൽക്കുമ്പോ കാശിനെ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓൻ വന്ന് കൈനീട്ടി വാങ്ങിയതിന്റെ മുതലും പലിശയും കൂട്ടി നോക്കുമ്പോ വീട്ടിൽ വന്ന് ഓർമ്മിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ട് വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിക്കാനാണെങ്കിൽ അവനും അവന്റെ കൂട്ടുകാരന്മാരും അടുത്താ നിൽക്കില്ല. വരുമ്പോ പറഞ്ഞേക്ക് ഒരു ഫസലിക്ക് വന്നിട്ട് പോയെന്ന്. ഓട്ടെ. ഭാഗ്യം ഇപ്രാവശ്യം വീടില്ല. ഇവനെന്താ ഇങ്ങനെ ഓടി വന്നു? അതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞായിരുന്നു. നമ്മളറിയാത്ത ഫ്രണ്ട്സോ? ഇതേതാണ് ഇവള്? അതിവന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. എഴുതിട്ടേ ഉള്ളൂ. അളിയ, നീ ഒരു പെരുന്നാളിനുള്ള ആളെയും കൂട്ടിയിട്ടാണല്ലോ വന്നേക്കുന്നത്. അളിയ, ഇപ്പൊ ഒരു കാര്യം ഓർത്ത് വീട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. നീ ഇപ്പൊ പോയാ പോകുന്ന വഴിക്ക് പോക്കോണം, പിന്നെ എന്റെ മുമ്പിൽ വരരുത്. അത് നീ ആരാ? മെത്രാനാ?
ചെടി കൊണ്ട് തൂറിഞ്ഞ്. ചേട്ടാ നമ്മുടെ പയ്യൻ പാവാ, അവന് കുറച്ചും കൂടി സമയം കൊടുക്കാമല്ലോ, അല്ലേ? ആ പിന്നെ കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൻ ഫ്രോഡൊന്നുമല്ല, നമ്മളെ പോലെ തന്നെ പാവാ. നിങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ആരാ അവനെ മനസ്സിലാക്കാൻ? നീ ആരാടാ ഇതൊക്കെ പറയാൻ? പണി പോളിട്ടോ. ചേട്ടാ ഈ ഒരു പ്രാവശ്യം കൂടി, ഇത് അവസാനത്താ, ഇവനൊന്നും ചെയ്യരുത് പ്ലീസ്. കടം കൊടുത്താ ഇടം കൊടുക്കണമെന്നല്ലേ? അല്ലേ? ആണ്, അങ്ങനെയാണ്. കുറെ നേരം ആയല്ലോ. അനിയന്മാരെ പേരെന്താ? ചേട്ടനെന്റെ തറവാട്ട് പേര് കേട്ട് കാണും, കുരിശിങ്കൽ. ഞാൻ എബി കുരിശിങ്കൽ. അവന്മാർ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതാ സംഗതി ഇത്ര അലമ്പായത്. ഇതിപ്പോൾ എനിക്ക് സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ വിഷമിക്കണ്ട. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഈ പ്രശ്നം സോൾവ് ആവുന്നു എനിക്ക് തോന്നുന്നില്ല. 40,000 രൂപ പണിയാണ് അളിയാ. കക്കണ്ട വരും. കൽക്കണ്ടോ? കൽക്കണ്ട അല്ല, കക്കണം. മോഷണം, റോബറി, ഒരു ബണ്ടിച്ചോ സ്റ്റൈൽ, ഒരു ഹൈ ലെവൽ റോബറി. അളിയാ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ആൻസിയുടെ എൻഗേജ്മെന്റ് വകയിൽ ഞാൻ 20,000 അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മറ്റൊരു 20. അപ്പു പറഞ്ഞാലും കാര്യമില്ലതില്ല. ആ, മോഷണം, റോബറി, അതാണ് ഈ ഏക പോംവഴി. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, കക്ഷി പഴയൊരു പ്ലാനർ പുലിയ. രശ്മിയുടെ അച്ഛനാ? നീ ഒന്ന് അടങ്ങടാ. നല്ല പൂത്ത പണമുണ്ട് ആളുടെ കയ്യിൽ. നൈസായിട്ട് ഡീൽ ചെയ്താൽ നോ പ്രോബ്ലം. ആള്, സ്ഥലം, ഫാമിലി, ഇത് 3 അറിയണം. അത് 3 നീ എനിക്ക് വിട്ടേ. കാരണം ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാം, വീടും അറിയാം, വീടിരിക്കുന്ന സ്ഥലവും അറിയാം. വീട്ടിൽ അയാളുടെ ഒരേ ഒരു മകൻ, പിന്നെ അയാളുടെ ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ഭാര്യയല്ല, അയാളുടെ ഭാര്യ. അത് വലിയ കാര്യമാക്കണ്ട. അടിച്ചു മാറ്റുന്നത് വേറെ എവിടെ നിന്നല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. മമ്മി, അപ്പച്ചൻ്റെ കാർ ഞാൻ എടുക്കുവാണേ. കാർഡല്ല, കാറ്. അതൊക്കെ നീ നേരിട്ടങ്ങ് ചോദിച്ചാ മതി. ഏയ് ഞാൻ ചോദിക്കില്ല, മമ്മിയും ചോദിക്കണ്ട. ഞാൻ കാർ എടുക്കുക. അപ്പച്ചൻ ചോദിച്ചാ മമ്മി അങ്ങ് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഓ എന്നാ വേണ്ട, നമുക്കുണ്ടല്ലോ കാറ്, ഞാൻ അതെടുത്തോളാം. എങ്ങോട്ടാ? കള്ളു കുടിക്കാനാ? നീ ഓടിപ്പിച്ചാശേ. നീ പോയില്ലേ? ഇതേ പോയി, മമ്മിയുടെ പണി നടക്കട്ടെ. വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. ഗേറ്റ് തുറക്ക്, ഗേറ്റ് തുറക്ക്. ഹലോ, നീ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാ അപ്പച്ച. എടാ, നീ എന്റെ ATM കാർഡ് എടുത്തു. ATM കാർഡും ഞാനും? ഏയ്, അപ്പച്ചന്റെ കാർഡ് നീ എടുത്തോ? സത്യം പറയണം. ഞാൻ എന്തിന് കാർഡ് എടുക്കണം? മമ്മി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യം അപ്പച്ചന്റെ ATM കാർഡിൽ നിന്ന് ആരോ 20,000 രൂപ എടുത്തെന്നാ. 20,000 രൂപ? ആര്? എപ്പോ? എന്നിട്ട്? ഉരുണ്ട് കളിക്കല്ലേ. അപ്പച്ചൻ പറഞ്ഞല്ലോ അതിന്റെ പിൻ നമ്പർ നിനക്കറിയാന്ന്. അയ്യോ മമ്മി, എന്റെ ഡെയിലി ചേരാനുള്ള 200 രൂപ വീട്ടിൽ നിന്ന് തന്നെ തരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ എടുക്കണം? പോലീസിൽ അറിയിച്ചോ? പോലീസിലൊക്കെ അറിയിച്ചു. ഒരു കാര്യം അറിഞ്ഞാ മതി, അവര് പിടിക്കാൻ പോകുന്ന കള്ളൻ നീയാണോന്ന്. അതാ ആദ്യമേ അങ്ങോട്ട് വിളിച്ചേ. ഈ മമ്മി എന്താ ഒരു വിശ്വാസമില്ലാത്ത പോലെ. ഇത് ചെയ്തവൻ ആരാണേലും കൊണ്ടോരടങ്ങി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അവനൊന്നും അല്ല, പാവം ചെറുക്കൻ. നിങ്ങൾ വെറുതെ അവനെ കാര്യമില്ലാതെ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ അവന്റെ അറിവോടെ വേറെ ആരും. അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് വെച്ചതാ. ഹലോ, ആളെ കിട്ടിയോ? എന്നാ ഞാൻ സ്റ്റേഷനിലോട്ട് വരാം. വേറെ ഒറ്റ മണിക്കൂറുണ്ടല്ലേ ഞാൻ യവനെ പൊക്കിയത്. നമ്മളെടുത്താണ് യവന്റെ ഒക്കെ വേലത്തരങ്ങൾ. എന്റെ മോന്താലി
അവന്റെ ഒരു ടൈ കോട്ട് എന്റെ ബാഗിനകത്ത് എന്താ ഒന്നുമില്ല സർ. നോക്കണം. നീ കഥകളി പഠിച്ചിട്ടുണ്ടാടാ? പറ്റിയൊരു മുതല് പണ്ടോ അറിയാൻ പോണ്ടരാ. സോറി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് കണ്ടില്ല. സോറി, ഞാനും ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾ ആരാ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു ഉപകാരം ചെയ്യും. യെസ് ഷുവർ, ടെൽ മീ. നമുക്കൊക്കെ ജീവിതത്തിൽ ഉപകാരം ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരമല്ലേ? ടെൽ മീ, നോ പ്രോബ്ലം. ഇതെന്റെ ATM കാർഡാ. ഓക്കെ. ഇതിനകത്തുനിന്ന് ഒരു 20,000 രൂപ 20,000 rupees. പിൻ നമ്പർ അതിനകത്തുണ്ട്. ഷുവർ, ഡോണ്ട് വറി. അതൊക്കെ ഞാൻ ഏറ്റു. മോനോട് വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് മോന്റെ 20,000 രൂപ. ഇത് മോന്റെ റെസിപ്റ്റ്. ഇത് മോന്റെ ATM കാർഡ്. ഓക്കെ. വളരെ ഉപകാരം സാർ. സാറു, നോ 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 നോ. ഏട്ടൻ ഒരു ഏട്ടനാണെന്ന് കരുതിയാൽ മതി. ഒരു ദിവസം ഒരു ഉപകാരം, അതാണ് എന്റെ ലക്ഷ്യം. ഇന്ന് മോൻ, നാളെ മറ്റൊരാൾ, അതിങ്ങനെ തുടർന്നുകൊണ്ടേ. ഗ്രേറ്റ് സർ. നോ 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 നോ, ഏട്ടൻ. ഏട്ടന്റെ പേര്? എന്റെ പേര് ജാക്കി. അപ്പൊ ജോലിയോ? ജോക്കി, റേഡിയോ ജോക്കി. അപ്പൊ ഞാൻ പോട്ടെ മോനെ. ടേക്ക് കെയർ. ഈ ഉപകാരം ഏട്ടൻ ഒരിക്കലും മറക്കില്ല. എന്തൊരു പുണ്യാളാടാ ഇവൻ. ഈ സീനൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടു മടുത്തേക്കനുണ്ട്. വല്ല അനഗരി ജീവിയായിരിക്കും. എന്താ നോക്കണത്? യവൻ കള്ളനാണെങ്കിലും ആളൊരു മണ്ടനാണ് കേട്ടാ. അല്ലെങ്കിൽ വേറൊരാളുടെ കാർഡിൽ നിന്ന് പണം അടിച്ചു മാറ്റുമ്പോ യവനൊരു ഹെൽമെറ്റ് എങ്കിലും എടുത്ത് തള്ളി വെച്ചൂടെ? ക്യാമറയും കോപ്പും ഒക്കെ അകത്തുണ്ടെന്ന് ഇപ്പോഴത്തെ പീക്കരി പിള്ളേരൊക്കെ വരെ അറിഞ്ഞൂടെ സാറേ? ഞാൻ പറയുന്നത് സത്യമാണ് സർ. അയാൾ ഒരു കണ്ണുപൊട്ടനായാണ് വന്നത്. ATM-ൽ നിന്ന് കാശെടുക്കാൻ കാർഡും തന്നു. അവനൊരു കള്ളനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് നിങ്ങൾ ആ പണം എന്ത് ചെയ്തു? സാറേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, സാറിന്റെ അക്കൗണ്ടിൽ 20,000 രൂപയേ ഉള്ളൂ. സാറിന്റെ നിലയും വിലയും വെച്ച് എന്തായാലും അതിൽ കൂടുതൽ കാണില്ലേ? മോഷ്ടിക്കാനായിരുന്നെങ്കിൽ എനിക്കത് മുഴുവൻ എടുത്തുകൂടായിരുന്നോ? ഒരു ദിവസം കാശ് വലിക്കണേന് ഒരു കണക്കില്ലടാ. സാറേ, കള്ളൻ ഞാൻ പറയിപ്പിക്കാം സാറേ. ഇപ്പൊ അപ്പച്ച, എന്നാ ഇയാള് പറയുന്നത് സത്യമാണെന്നാ എനിക്കും തോന്നുന്നു. ആരെങ്കിലും ഈ പാതിരി ചീറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനത്തെ തരികിടകളൊക്കെ ഒരുപാട് ഈ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ 20,000 പിന്നെ അപ്പച്ചൻ അതൊക്കെ വലിയ തുകയാണ്. വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? എടാ കൊച്ച, ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ തുകയാണ് കേട്ടോ. ചുമ്മാ കേസാക്കി പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങി പുലിവാലി പിടിച്ച പണി അപ്പച്ച. അപ്പച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞു വിടറോ ഇയാളെ. എനിക്ക് കേസൊന്നുമില്ല. അയ്യോ സാറേ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. മതി മതി, ഇത്രയും താങ്ക് യു ഒക്കെ മതി. ഇതിൽ കൂടുതലൊന്നും ജെറിനെ സാറിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. സാർ, ഇവനെ വിളിച്ചോണ്ട് ഇവന്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിച്ചു വെച്ചിട്ട് വിട്ടാ അത് കേട്ടാ. ശരി. എന്നെ നാളെ കാണാനുള്ളൂ. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഐ എം ജാക്കി. നേരത്തെ നീ വേറെന്തര പേരല്ലേടാ പറഞ്ഞ? ജനാർദ്ദനൻ. സ്കൂളിലിട്ട പേരാണ് സാർ. സ്കൂളിൽ പഠിച്ച പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? അവൻ ഫ്രോഡാണ്. താനൊന്ന് പോടൂ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. മോനാണ് എന്നെ മനസ്സിലാക്കിയത്. മോൻ മാത്രം. മോന്റെ മനസ്സിൽ നന്മയുണ്ട് സർ. യു ആർ റിയലി വെരി ലക്കി. ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ സാറിന് അഭിമാനിക്കാം. ബി പ്രൗഡ് ഓഫ് യുവർ സർ. ഒന്ന് ഇറങ്ങി. താങ്ക് യു സർ. ഒത്തിരി ഇറങ്ങി പോടെ നിന്ന് ചവിട്ടിരിക്കും. എല്ലാവരോടും താങ്ക് യു സർ. താങ്ക് യു സർ. റൈറ്റ് സർ. താങ്ക് യു. ഇനി ഒന്ന് അടിച്ചിട്ട് ചതിക്കല്ലാതിരിക്കും. ഇറങ്ങി പോടാ. ശരി സർ. താങ്ക് യു സർ. എബി മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം, മനസ്സിൽ ഇഷ്ടം വെച്ച് തന്നെയാ ഇങ്ങനെ പെരുമാറണേന്ന്. നിനക്കൊരു പണിയൊന്നുമില്ല വെച്ചേ. ഇറങ്ങിക്കോളൂ ഓരോന്ന്. എന്നാ വാ, ഇപ്പൊ തന്നെ പോയി കല്യാണം കഴിക്കാം. ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യാം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. എനിക്കിനൊന്നും നേരമില്ല, മനസ്സിലായോ? ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കിട്ടും. പക്ഷെ നിന്നെ അല്ല, നിന്നെക്കാളും നല്ല വേറൊരുത്തിയ. പ്രിയ, അമ്മ വിളിച്ചു പറഞ്ഞാൽ നീ കോളേജ് നേരെ വീട്ടിലേക്ക് നോക്കൂ. ഞാൻ മേടിച്ചോണ്ട് വന്നോളാന്ന്. ഓക്കെ ഡി.
അച്ഛൻ താങ്ക് യു എന്തോടത്? ഇവനുള്ള ഫുഡാ. ഇവനെ എപ്പോഴും ഇങ്ങനെ കഴിപ്പിക്കാതെ വല്ലപ്പോഴും ഒന്ന് കുടിപ്പിക്കടേ. ബാക്കിയുള്ളവർക്കൊരു കമ്പനിയിൽ കിട്ടൂലോ. പാലുകളൊക്കെ ഇപ്പൊ ഇങ്ങ് എത്തുവോ? എവിടെ? ഓ എന്നാ ശരി, പോയേക്കാം. നീ വേറെ ആർക്കും കൂടെ കിടക്കണ്ടല്ലോ. നമുക്കൊരെണ്ണം തരുവോ? ഇപ്പോ നീ കൊച്ചി പോയിട്ടെന്തായി? ഇപ്രാവശ്യം വല്ല നടക്കോ? ഇപ്രാവശ്യം ചിലപ്പോൾ നടന്നേക്കും. നടക്കോ? ആരാ പ്രൊഡ്യൂസർ? കൺഫേം ആയിട്ടില്ല. ഡയറക്ടർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. യൂപിയിലാവാൻ സാധ്യത. ആഹാ, അപ്പൊ നിന്റെ പടത്തിന് ഒരു മോർണിംഗ് ഷോ ആയിരിക്കില്ലേ? പിന്നെന്താ ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെയോ? കള്ളുടി ആ കള്ളുടി കള്ളുടി. ആരോട്? ഓ രശ്മി, ഇവളെ കൊണ്ട് മടുത്ത് ശല്യം. എന്തോരം സൈക്കിളാ. അവിടെ ട്യൂപ്പാട് തോന്നണോ അല്ലേ? നിന്റെ ചെറുക്കൻ കണ്ട് എന്തു പറ്റി? കുറെ നാളായിട്ട് അനക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു നാട് വിട്ടെന്ന്. സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് മാത്രമേ കാർഡുള്ളൂ. എൻ്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്. എല്ലാവരും വരണം. ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ, നന്നായി. ആരെങ്കിലും കെട്ടി കുടുംബമൊക്കെ ആയി ഹാപ്പി ആയിട്ട് ജീവിക്കും. ഞാൻ പോകുന്നു. എന്താണ്? He popped the question. She said yes. So we are having a party. Will you please be our guest? Come and celebrate the engagement of Rashmi Susan Matthew and Sajesh Nanan Shoshi. Koshi. എൻ്റെ അമ്മ അളയാ, ഇത് ഇപ്പോഴത്തെ പെമ്പിള്ളേർ ഒരു പുതിയ ട്രെൻഡാ. പഴയ കാമുകനെ കല്യാണത്തിന് വിളിച്ച് അവന് ഫ്രൈഡ് റൈസും ചിക്കനും കൊടുത്തു വിടുക എന്നുള്ളത്. നീ വിഷമിക്കണ്ട, നമുക്ക് പോയി കഴിക്കാം. മതി. ഇത്ര നാളും എന്റെ പുറകെ നടന്ന ശവം പോലെ ചെലവായത് എന്നും പറഞ്ഞ അവളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് സംസാരിക്കാൻ വേറെ എത്ര കാര്യങ്ങളുണ്ട്. അളയാ, നീ മാറി നടക്കുമെങ്കിലും നിനക്ക് അവളോട് ഏതൊക്കെയോ ഒരു ഇത് ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അതില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയും. ലോകത്താർക്കും അറിയാത്തൊരു സത്യം. കേക്കണ അളിയാ, 10 മിനിറ്റ്. എന്ത്? 10 മിനിറ്റ് വ്യത്യാസമല്ലേ ഞാൻ പറയുന്ന ഡയലോഗ് നീ കയറി പറഞ്ഞ് വലിയ ആളായത്. ഇല്ലെങ്കിൽ അവളിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അളിയനും വേണ്ട, വേറെ ഏതൊരുത്തിന് അവളെ കെട്ടാനും പോകും. എന്തുവാണ് അവന്റെ പേര്? സനീഷ്. സനീഷ് അല്ല, സജീഷ് നാനാൻ കോശി. മേന കെട്ടവൻ. അവള് പോണെങ്കി പോട്ടടാ, എനിക്കിപ്പോ എന്താ? ഇനി നീയൊക്കെ അതും പറഞ്ഞ് ഇവിടെ കിടന്ന് ചാവണ്ട. Brings you closer. No, Jay. सुमन, लव जैसा कुछ नहीं होता है. होता है. मेरे साथ हुआ है. I feel like a fool. ഹലോ ഡാ. ഡാ കിരണേ, അതെ. ഹലോ ഡാ കിരണേ, ഡാ. ഹലോ ഹലോ.
मुझे प्यार हो गया। आई लव यू सिमरन। इस बात का एहसास मुझे तब हुआ जब तुम मुझसे दूर हो गई। से यू लव मी सिमरन। കുളിക്കൂല, കസരിൽ എന്നാണ് ഒട്ടിപ്പോണത്. ആൻറ്റി ആൻറ്റി തുന്നുമായിരിക്കും അല്ലേ? എബിയോടൊപ്പം ആൻറ്റി? അല്ല, വിളിച്ചിട്ടില്ല, അതുകൊണ്ടാ. ഉണ്ടോ? ഇല്ല അല്ലേ? ഈ ഉറക്കത്തിൽ ഭൂമി കുലുങ്ങിയ പോലും അവൻ എണീക്കത്തില്ല. അതെ, ശരിയാ. നട്ടപ്പാതിരക്ക് വന്ന് കയറി കിടക്കുന്നതാ. ഓ, ഇതുവരെ കിടക്കാൻ അനങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഉച്ചയ്ക്ക് എഴുന്നേക്കുമായിരിക്കും. അവിടെ നില്ല, അവിടെ നില്ല. നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഏടാ മോനെ അപ്പു, ഈ പ്രായത്തിൽ നിനക്കൊന്നും ഇതൊന്നും മനസ്സിലാവൂല. ചുമ്മാ ഇങ്ങനെ നടന്നാ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല, ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. അതിനാദ്യം വേണ്ടതേ ഒരു ജോലിയാ. അതിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാലൊന്നും കിട്ടൂല. മനസ്സിലായോ? കടലിലെ തിരയേണ്ടി നിന്നോ? നിനക്ക് ഇത് തന്നെ വേണം. കാണിച്ച് അടക്ക് ഇതൊന്നും കിട്ടിയാ പോരത്തെ ഞാൻ പറയൂ. ഇപ്പൊ ഒന്ന് പൊട്ടരപ്പാട് നിൽക്കണ്ടില്ലേ? ഇറങ്ങി പോടെ. കളയാ, ഇന്നത്തെ കള്ളു കുടിക്കുക എൻ്റെ പണം മേടിച്ചിട്ടാലും വേണ്ടി. ആ സജീഷ് ഇപ്പൊ അവൾ ആലോചിച്ചിട്ട് മതി മതി, അവൻ ഇന്നത്തേക്ക് ഇത് മതി. എന്നാലും അവള് നല്ലൊരു കുട്ടിയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നീ അവളെ വിളിച്ചോ? ഇല്ല. ഒരു കാര്യം ചെയ്യും, നിന്നെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അവൾക്ക്. ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പോഴത്തെ അവളുടെ സ്റ്റാൻഡ് എന്താണെന്നറിയാലോ? ഏ സ്റ്റാൻഡ്? ഒന്ന് ചുമ്മാ ഇരടാ. ആ, അത് കൊള്ളാം. അവള് തന്തയ്ക്ക് വിളിച്ചാ പിന്നെ ഏരിയയിലേക്ക് പോകാൻ നിൽക്കണ്ട. ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. പിന്നല്ലാതെ? അല്ല, അങ്ങനെയല്ല, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ബാക്കിയൊക്കെ നേരിട്ട് പറഞ്ഞാൽ മതി. അത് കൊള്ളാം ലോൽ. ഓ, സർപ്രൈസ് ആണല്ലോ. എന്തു പറ്റി? ഏയ് വെറുതെ ചുമ്മാ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. നീ ബിസിയാണോ? ബിസിയാണോന്ന് ചോദിച്ചാ കുറച്ച്. പറഞ്ഞു. എന്താ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? ഏയ് പോലെ പോലെ, ഇപ്പൊ പറയാനുള്ള കാര്യ. എന്താ? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇന്നോ? ഞാനിങ്ങ് തറവാട്ടില്ല. ഫംഗ്ഷൻ ഇവിടെയല്ലേ. പറഞ്ഞോ, കാര്യം എന്താ? ഏയ് അത് ശരിയാവില്ല. നേരിട്ട് പറയാനുള്ള കാര്യ. നിനക്ക് എങ്ങനെയാലും ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? 2 ദിവസം കഴിഞ്ഞ് എനിക്ക് കോളേജിൽ വരേണ്ട ആവശ്യമുണ്ട്. ആ മതി. ഓക്കെ ഓക്കെ, ഡൺ.
അവളെ അതേ വരുന്നുണ്ട്. ആണുങ്ങളുടെ മാനങ്ങളല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് നേരമായോ വന്നിട്ട്? ഇല്ല. എന്താ ഇത്ര സീരിയസ് ആയിട്ടുള്ള അത്ര വലിയ കാര്യം? കാര്യം അത് പിന്നെ എനിക്കറിയാം കണ്ണൊന്ന് പറഞ്ഞത് എന്തിനാന്ന്. ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്നും അറിയാം. പക്ഷേ ഇനി അത് വേണ്ട. യു ആർ എവറിത്തിങ് ഫോർ മീ, ബട്ട് ദാറ്റ് ടൈം യു ഡിഡ്ന്റ് റിയലൈസ് ആൻഡ് നൗ ഐ നോ ദാറ്റ് യു ആർ നോട്ട് മൈൻ. എബി, ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ്. സുഖല്ലേ? സാർ, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതും അതുപോലൊരു വെള്ളിയാഴ്ചയായിരുന്നു. അവളാ പറഞ്ഞിട്ട് പോയതൊന്നും അവന് മനസ്സിലായതേയില്ല. പക്ഷെ മനസ്സിലാക്കിയ 2 കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഏതൊരു പെണ്ണും, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഏതൊരു പെണ്ണും ഇംഗ്ലീഷിലേ സംസാരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അന്ന് അവൾ ഇത്ര നാളും എന്റെ പുറകെ നടന്നവളാ. അവൾക്ക് എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് എന്നോടത് പറയാൻ തോന്നുന്നു? എന്നാലും അത്ര സിമ്പിൾ ആയിട്ട് അവളൊരു ഗുഡ് ബൈ പറഞ്ഞ് അങ്ങ് പോയത്. അവളെന്റെ കയ്യിലെങ്ങാനും കിട്ടാറുണ്ടല്ലോ. അയ്യോ. 4 5 പിന്നെ എത്ര? 45. എന്താടാ എടാ പിശാചെ, ഇതിങ്ങടെ കൂട്ടി 45ാമത്തെ പ്രാവശ്യം നീ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന് നീ പോടാ, ഞാൻ ഇനിയും പറയും. അവൾക്ക് എങ്ങനെ എന്നോട് അങ്ങനെ പറയാൻ തോന്നി? ചോദ്യമൊന്നുമല്ലടാ പറഞ്ഞത്. നീ ഒരുത്തരാ. കാവടി എടുത്ത് വന്നു. നീ ഒറ്റൊരുത്തരല്ലാത്തൊരു കാരണം. ഞാൻ എന്ത് തോന്നുന്നു? നീ തന്നെയാ. പിന്നെ ദൈവമേ, ശിവശങ്കരടുത്ത് എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്റെ അച്ഛനെന്നാ അമ്മ പറഞ്ഞത്. നിന്നെ കൂടെ കണ്ടോണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ അവൾ അങ്ങനെ പറയത്തില്ല. മൂങ്ങയുടെ മോന്തെ ഐശ്വര്യയുടെ പ്രേമം. നിന്റെ അച്ഛൻ നെഞ്ചത്ത് രോമം പറിച്ചു. എന്റെ കടല് തിരമാലകളെ പണി കിട്ടിയെന്ന് പറഞ്ഞാ മതി. അവള് മുമ്പ് പറഞ്ഞതൊക്കെ ചുമ്മാ. സത്യം കാണിക്കണ. കണ്ടു. എടാ ഇവര് പ്രാന്തടാ. പോവാനോ? എങ്ങോട്ട്? ഞാനങ്ങോട്ട് വരില്ല. ഞാനങ്ങോട്ട് പോകുന്നുമില്ല. മതി വന്നേ വാ. ഞാൻ വരണില്ലെന്നേ. നിങ്ങൾ പോക്കോ. നമ്മൾ പോവാണേ. നിങ്ങൾ അങ്ങോട്ട് വെക്കോ, ഞാൻ ഇങ്ങോട്ട് വെക്കോ. എടാ ഓ കണ്ടാ വിളിക്കണ കണ്ടാ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ്. കടലിലോട്ടൊക്കെ ഇറങ്ങിപ്പോയി ആകെ കുലുവലായി. എപ്പോ? സമയം ഞാൻ നോക്കിയില്ല. അതെ, രശ്മിയുടെ എൻഗേജ്മെന്റാ. ഞങ്ങളവിടെ ഇറക്കിക്കൊണ്ട് വരാൻ പോവാ. നീ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോയിട്ടോ. എന്നാ നീ ശരി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അവൻ കാണില്ല. ആ നന്നായി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ വെറുതെ ആ പാവത്തിനെ കൂടി പെടുത്തണ്ടല്ലോ. നമുക്കൊരു മോഞ്ചോളം കാച്ചാല. അപ്പോ നാളെ അതിരാവിലെ എന്റെ വണ്ടി എടുക്കണം. എന്റെ അല്ല നിന്റെ. ഇവിടെ നിന്ന് പുറപ്പെടുന്നു. നമ്മൾ ഒരുമിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. അവളുടെ പോലും സമ്മതം ചോദിക്കാതെ അവളെ പൊക്കുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് അവളെയും കൂട്ടി നമ്മുടെ ഒപ്പ് വരുത്തി നമ്മൾ ഓരോ ബോഞ്ചുകളടിച്ച് സന്തോഷമായി ആഘോഷമായി പിരിയുന്നു. ഉറച്ച തീരുമാനമായിരുന്നു അത്. പക്ഷേ എൻഗേജ്മെന്റ് അടുത്ത ആഴ്ചയല്ലേ. ഇപ്പോഴേ ചാടി പുറപ്പെടണോ എന്നൊരു കൺഫ്യൂഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ തന്നെ അത് മാറ്റി. നമ്മൾ എന്തായാലും പോകുന്നു. പിന്നെ ഒരു ജോലി ട്രിപ്പും കൂടെ ആവുമല്ലോ. ഇവനെന്താടാ സ്ലോ മോഷൻ നടക്കുന്നത്? ന്യൂ ജനറേഷൻ അല്ലേ, സ്ലോ മോഷൻ ആവാം. അനങ്ങി പാടി ഉണ്ടി തുടരുന്നത്. പിന്നെ പറ്റി ഉണ്ടി. ഈശ്വരൻ പോലെ പോലെ ഈശ്വര ഭഗവാനെ, ഈ വണ്ടി പോയി ഇടിച്ച് തവിട് കൂടിയായി കഴിഞ്ഞാൽ എന്നെ മാത്രം രക്ഷപ്പെടുത്തി. എന്താടാ
കണ്ടീഷൻ അറിയാലോ, 2 for each. ബാക്കിയുള്ള അടിയെല്ലാം പോകുന്ന കാര്യം കഴിഞ്ഞു. എന്ന് പറഞ്ഞ ഇപ്പൊ എന്നാ വണ്ടി ഞാൻ എടുക്കാം. നീ അവിടെ ഇരുന്നാ മതി, ഞാൻ ഓടിച്ചോളാം. ഈ വണ്ടിനെ തൊട്ട് നിന്റെ കഴിഞ്ഞ വിടും. ചെറു ചടപട വെച്ചും കലപില കനവൊലിയിട്ടും ഒരു വഴി പല വഴി ചന്നം പിന്നം ചിന്നിപ്പോകാം. ചിരിയുടെ ഒരു തൈ നട്ടും അലപ്പിരി അടവുകളിട്ടും അതിനിടയൊരു പിരിമത്തിൽ മുങ്ങി തന്നിച്ചേരാ. അതുവഴിയല്ലേ പോണ്ടത്? അല്ല, ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നിനക്കുറപ്പാണോ? നിനക്കുറപ്പാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ഈ ഏരിയയിലാ ഞാനന്ന് പറഞ്ഞ ആ വാറ്റ് കേന്ദ്രം. വാറ്റ് കേന്ദ്രം വാറ്റെന്ന് പറഞ്ഞ അതുപോലൊരു സ്വയംഭം സാധനം നിങ്ങൾ ജീവിതത്തിൽ അടിച്ചിട്ടുണ്ടാവും. ആൾക്കാര് പലതും പറയും. ഇതിന്റെ ഒരു കൂട്ടുണ്ടല്ലോ, അത് എന്റെ ഒരു കൂട്ടൻസാ. ഇവനോട് പോലും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം, പറ്റുവാണെങ്കിൽ എന്നും. അതെ, നാം എല്ലാവരും ഇനി സ്ഥിരമായി ഇവിടെ വന്നിരിക്കും. പയ്യന്മാര് വേറെയും വരുന്നേ, നമ്മളവരായിട്ടേ ചേരുള്ളൂ. ഒഴിയെണ്ണ മണിയെണ്ണ അടുത്തത്. ഒഴിക്കടാ, കൊടുക്കടാ, എനിക്കും ഇതിനകത്തോട്ട് കുടിക്കടാ മക്കളെ. മോനെ നൂറെ, ഒറ്റൊരു മിനിറ്റ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. വണ്ടി എടുത്ത് മാറ്റി വണ്ടി എടുത്ത് മാറ്റാം.
പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു മൊബൈൽ പിന്നെ കുത്തിക്കൊണ്ടിരിക്കുക. എന്റെ ഫോൺ അടങ്ങിയിരിക്കുക. വണ്ടി നിർത്താൻ അപ്പോ അപ്പോ വണ്ടി നിർത്താൻ എന്റെ ഫോൺ വേണം. വണ്ടി നിർത്താൻ അപ്പോ വണ്ടി എനിക്ക് എന്റെ ഫോൺ വേണം. എന്റെ ഫോൺ വേണം. എനിക്ക് എന്റെ ഫോൺ വേണം. വണ്ടി നിർത്താ അപ്പോ വണ്ടി നിർത്തടാ. തിരിച്ചെടുക്കാം. ഞാനായതുകൊണ്ടല്ല നിങ്ങളിങ്ങനെ ചെയ്യണേ. ഞാനായതുകൊണ്ടല്ലേ എന്റെ ഫോൺ എനിക്ക് എന്റെ ഫോൺ വേണം. എടാ ഇത് ഫോൺ ആരും എടുത്തിട്ടുണ്ടോ? ഒന്ന് നോക്കി. ഹലോ ഹലോ, ഇതാരാ? എന്റെ പൊന്നാച്ചാനെ, നിങ്ങളുടെ ഫോണേ അത് എന്നെ കളഞ്ഞു പോയതാ. എവിടെയുണ്ടെന്ന് പറഞ്ഞാ ഞാൻ അത് വന്ന് വാങ്ങിച്ചോളാം. നിങ്ങളിപ്പോ ഉണ്ട്? ഞാൻ അവിടെ അടുത്തുള്ള ആൾ തന്നെ. എവിടെ വരണം? തമ്പുരാമുക്കോ? പിന്നെ പിന്നെ ഞാൻ അവിടെ എത്താം. താങ്ക്സ് ചേട്ടാ. അത് സൂക്ഷിച്ചോടെ. ഞാൻ ഇപ്പൊ വന്നേക്കാം. ആ ആളെ രക്ഷപ്പെട്ടു. അമ്മമാർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? അവന്റെ ഒടുക്കത്തൊരു മൊബൈല്. ഏതായാലും ഇത് അവന്മാരല്ലോ. എനിക്ക് അതായിരുന്നു പേടി. എനിക്കും. ആ പണിയെടു പണിയെടു. ആളെ ഈ ജംഗ്ഷൻ ചോദിക്കാം. ചവിട്ടണേ. ചേട്ടാ ഈ തമ്പുരാമുക്ക്. അതോ അത് അടുത്ത ജംഗ്ഷനാണല്ലോ. എന്താണ്? അവന്റെ ഒരു മൊബൈല് ഇപ്പൊ നാട്ടുകാരെ കൂടി പള്ളിയിലേക്ക് എടുത്തനെ. ഓരോരുത്തരുടെ താടിക്ക് കയറി പിടിച്ചു. അവനെ വിടൂല കള്ളപ്പന്നി. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. എനിക്ക് എന്റെ ഫോൺ വേണം. എല്ലാത്തിനും ഞാൻ കൂടെയില്ല. ഇവന്റെ ഒരു കാര്യം. നീ ഒന്ന് അടങ്ങിയിരുന്നേ. അളിയ വെല്ലോന്റെ അടി കൊണ്ട് ചാമട്ടല്ല നടത്തണ്ടല്ലേ. നിനക്ക് എന്റെ ഫോൺ കിട്ടിയാ പോരെ. പുതിയ ഫോൺ മേടിച്ചു തരും. ആ നീ അല്ല എടുത്തറിഞ്ഞത്. നീ സിം മേടിച്ചോടാ. അവന് പുതിയതല്ല വേണ്ടത്. പഴയ പന്ന ഫോൺ തന്നെയല്ലേ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നലെ നിങ്ങളറിയാതെ ഞാനൊരു സ്ഥലം വരെ പോയി. അവിടെ വെച്ച് എനിക്ക് 2 പേരെ കൊല്ലേണ്ടി വന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു കാന്തിക ശക്തി ഇവിടുത്തെ പ്രഭാതങ്ങൾക്കുണ്ട്. വിജനമായ വരാന്തകൾക്കും ഇടുങ്ങിയ മുറിയുടെ ചുവരുകൾക്കും വിശപ്പിൻ്റെ, കണ്ണീരിൻ്റെ ഏറെ കഥകൾ പറയാനുണ്ടായിരിക്കും. ഈ ഏകാന്തതയിലും മോഹിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട്. എന്തിന്? പൂക്കൾക്കും ഇലകൾക്കും പോലും. സിനിമ മാത്രമായിരുന്നു ഈ നഗരത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ. ഒരു സ്വപ്നമെന്നതിനേക്കാൾ ഉപരി അതെൻ്റെ ലക്ഷ്യമായിരുന്നു. ഞാൻ എഴുതുന്ന തിരക്കഥ അതൊരു സിനിമയായി മാറുന്ന അവസ്ഥ, അതിൻ്റെ പുറകെയായിരുന്നു എൻ്റെ മനസ്സും ശരീരവും.
എൻ്റെ ജീവിതത്തിലേക്ക് ഈ നഗരം ഒരുപാട് മുഖങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഹൃദയത്തിലേക്ക് കുറച്ചു പേർ മാത്രം. അവരെന്നെ ഈ നഗരത്തോട് ചേർത്ത് വെച്ചു. തിരക്കുള്ളാത്തൊരു സബ്ജക്റ്റ്. അത്രമാത്രം എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. പിന്നെ താൻ കൊടുത്ത ക്യാരക്ടർ നെയിം ജന്നത്ത്, അത് കൊള്ളാം, വെറൈറ്റി ആയിട്ടാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ നമ്മുടെ ചുറ്റുപാടുകളോ ഒന്നുമായിരിക്കില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുടേത്. തിരിച്ചും സംഭവിച്ചെന്നിരിക്കാം, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളെ പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, സംസാരിക്കാൻ പറ്റണം. അവരുടെ വികാര വിചാരങ്ങൾ കൂടി നമുക്ക് സഞ്ചരിക്കാനും സാധിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കഴിഞ്ഞ സിനിമ കിം ക്യുഡുക്കുവിൻ്റെ കൊറിയൻ സിനിമയാണെന്നാണ് പലവന്മാരോട് പറഞ്ഞു നടക്കുന്നത്. അണ്ടന്മാര്, അതൊരു ടാരന്റിനോ ചിത്രം, പഴയ പട. ഒരു നാട്ടിലെ കഥ മറ്റൊരു നാട്ടിൽ പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ തെറ്റ്? അതിനൊരു ഇൻസ്പിറേഷൻ, ഒരു തോട്ട് എന്നൊക്കെയല്ലേ വിളിക്കേണ്ടത്? അപ്പോൾ അത് മോശമായി. ഐ കാണ്ട് അഡ്മിറ്റ് ഇറ്റ്. എൻ്റെ ക്രിയേറ്റിവിറ്റി ഡൗൺലോഡർ ആണെന്നാണ് അവിടെ പല മറ്റവന്മാരും പറഞ്ഞു നടക്കുന്നത്. ആ ചീത്തപ്പേര് എനിക്കൊന്ന് മാറ്റണം. അതുകൊണ്ടാണ് തൻ്റെ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞത്. താനിതിൽ ഒന്നുകൂടെ ഇരിക്കടോ, നമുക്കുടനെ കാണാം. ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റും. തന്നെ കൊണ്ട് പറ്റൂടോ. താങ്ക് യു സർ. ആ ജിയോ. മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെയൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. പിന്നെന്താ? നൈസ് കോമഡീസ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നൈസ് കോമഡീസ് ഒക്കെ വേണമെങ്കിലേ പറഞ്ഞാൽ മതി. പ്രിയ അച്ഛൻ. ഇന്നലത്തെ ആ കണ്ടുമുട്ടൽ പിന്നെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഏതോ ഒരു നിയോഗം പോലെ എനിക്ക് അവളുമായി അടുക്കാനുള്ള അവസാനത്തെ അവസരം. അറിയില്ല, ഇപ്പോൾ അവളെ വിളിക്കാൻ പോവുകയാണ്. ആ ശബ്ദം ഞാൻ കേൾക്കാൻ പോവുകയാണ്. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ആ അക്കങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങേ തലയ്ക്കൽ കോൾ അറ്റൻഡ് ചെയ്ത് മിണ്ടുന്ന ശബ്ദം അവളുടേതായിരിക്കുമോ, അതോ മറ്റാരെങ്കിലുമോ? അതും അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ഒന്നായി മാറിക്കാണുമോ ആ നമ്പർ? ആ നമ്പർ 9633681986. ഈ നമ്പർ ഉണ്ടാവും. സോ നീതല്ലോ. എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ അന്ന് അറിയാതെ ഒരു കോൾ ചെയ്ത് പോയതാ. അതിനിങ്ങനെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്. ഏതൊരു പ്രണയവും പോലെ ആദ്യമൊന്നകന്നു, പിന്നെ അടുത്തു, സ്നേഹിച്ചു. ആ ശബ്ദത്തിനെ
അതിലൂടെ അവളെ. ചായ കുടിക്ക്. താങ്ക് യു. ഹലോ, ഡിസ്കഷനാണ്, പിന്നെ വിളിക്കൂ. 500 അല്ലേ? 100 നൂറുദ്ദീൻ. എടോ 500 ഫ്രെയിംസ്. എന്താ എടോ ഇത്? ഫ്രെയിം സെൻസ് ഇല്ല. FB ആണോ? FB അല്ല സർ, ഫേസ്ബുക്ക് മാറണം. ക്ലോസ് ഇപ്പം എല്ലാ കാര്യങ്ങളും കൂടി. ഓക്കെ ആണോടോ? നമുക്ക് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ. ഹലോ. താങ്ക്സ്. എല്ലാം ഒരാളുടെ ഭാഗ്യം പോലെ എനിക്ക് തോന്നണേ. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു. ശരിക്കും പൂവിന്മാരിലെ പരാഗം തേടും മയക്കത്തു മായാജാലമായി കിനാവിൽ പൂക്കും താരമോ പവിഴ സന്ധ്യയോ ആധാര കാന്തിയോ ഹൃദയം തേടുമാ പ്രണയമങ്ങിയോ വിടരൂ മലരോ നീയോ കണ്ണേ. പൂവിന്മാരിലെ പരാഗം തേടും മയക്കറ്റോ മായാജാലമായി കിനാവിൽ പൂക്കും താരമോ എൻ്റെ കാതുകളിൽ തട്ടുന്ന നിൻ്റെ ശബ്ദം മനസ്സിൽ നിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. എനിക്കറിയാം നീ ദൂരെയാണ്, ദൂരെ എവിടെയോ ആണ്. പക്ഷേ ആ ശബ്ദവും മനസ്സിൽ വരച്ച ചിത്രവും എൻ്റെ ഏറ്റവും അടുത്താണ്. ഒരേ കനവിൽ നനഞ്ഞു നാം എന്നും എന്നും. ഒരേ കവിത മൃദുലമായി മൂളി മധുരമായി പ്രണയമഴയായി പൊഴിയാമോ കരളിലാകെ എന്നിരുളു വഴിയാകെ നിലാവായി കൂടെ വരുമോ നീ സഖി. പവിഴ സന്ധ്യയോ ആദര കാന്തിയോ ഹൃദയം തേടുമാ പ്രണയഭംഗിയോ വാ.
എനിക്കൊന്ന് എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ അപ്പോൾ തിരിച്ചു വിളിക്കാം. ഈ 2 കോൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. എപ്പോ? ഞാനില്ലടാ, നിങ്ങൾ പോയിട്ട് പോ. കാണില്ല. ആ നന്നായി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ വെറുതെ ആ പാവത്തിനെ കൂടി പെടുത്തണ്ടല്ലോ. ഹലോ, നൂറെപ്പോഴും പറയുന്നതല്ലേ, നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? ശരിക്കും? നാളെ പറ്റുമോ? പറ്റും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അവന്മാരെയും കൂട്ടി ആ വഴിക്ക് വരാം. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ. പക്ഷേ കാണാമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ അവളെ കണ്ടില്ല. അവനെ കണ്ടില്ല. നീ കയറി, ഞാനെടുക്കാം. അവളെ കാണുക, അതിനെനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ഞാൻ യാത്ര വഴി തിരിച്ചു. അതുവഴിയല്ലേ പോണ്ടത്? അല്ല, ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നിനക്കുറപ്പാണോ? നിനക്കുറപ്പാണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഹലോ സഞ്ജന, ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യണു. എന്താ ഫോൺ എടുക്കാത്തത്? ഹലോ, ഞാനവിടെ വന്നിരുന്നു ബസ് ഡെപ്പോയിൽ. കാണത്തെ വിളിച്ചിട്ട് എടുക്കാതിരുന്നു. ഹലോ, എന്താ പ്രശ്നം? ഞാനോട് വരണം. ഹലോ സഞ്ജന, ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് നടക്കുമ്പോൾ ഒരു കുരിശടി. അതുവഴി നേരെ മുമ്പോട്ട് വരണം. ആ വഴിയില് 3ാമത്തെ ഗേറ്റ് 2 നിലയുള്ള ഒരു പഴയ വീടാണ്. എന്നും പറഞ്ഞ് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട കേട്ടോ.
ചെയ്തു പോയതിനെ ഓർത്ത് എനിക്കൊരു കുറ്റബോധമില്ല. പോലീസ്, അന്വേഷണം, ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആ ഫോൺ വേണം. അതിലുള്ള ശബ്ദമുണ്ട്, അതിനൊരു ജീവന്റെ വിലയുണ്ട്. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ഞങ്ങൾക്ക് ആ ഫോൺ തിരിച്ചു നേടിയേ പറ്റൂ, അതാരുടെ കയ്യിലാണെങ്കിലും. ഹലോ. ആ ഹലോ. ചേട്ടാ ഫോണിൻ്റെ ആളാണേ. മുമ്പ് വിളിച്ചില്ലായിരുന്നോ? അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ചെറിയൊരു പ്രശ്നത്തിലായിപ്പോയി. അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ അത് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓ അതിനെന്താ, തരാലോ. ഇപ്പൊ കുറച്ച് തിരക്കില്ല മോനെ, ഞാൻ തിരിച്ചു വിളിച്ചോളാം. എവിടെയെന്ന് പറഞ്ഞാൽ എത്തിച്ചേക്കാം. ഇതാ പോരെ. അയ്യോ അതൊന്നും വേണ്ടാ, ഞാൻ അവിടെ ഒന്ന് മേടിച്ചോളാം. ഓ അതിനൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല ചേട്ടനൊരു ബുദ്ധിമുട്ട്? ഏയ് അങ്ങനൊന്നുമില്ല, ഞാൻ നേരിട്ട് വന്ന് കണ്ട് തരുന്നുണ്ട്. ആണോ? എന്നാ ഓക്കെ, താങ്ക്സ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടാ ചേട്ടോ, നല്ല ഉറക്കത്തിലല്ലേ നീയോ? അതെ, ആ പുള്ളിക്കാരൻ വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. അതായത് വെച്ചോ. നടക്കട്ടെ നടക്കട്ടെ. ആ വന്നോ? ഇതിലേ സോങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിട്ടോ. ശരി. സാർ, ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ ആണ്. സ്റ്റെയർ ഉപയോഗിക്കേണ്ടി വരും. ഹലോ. അയാൾ വരുന്നുണ്ട്, നീ വേഗം ഇറങ്ങിക്കോ. ഓ നീ ആ വളയം എടുക്ക്. കെട്ടിയൊന്ന് അടുത്തുനിന്ന് കയറി വരുന്നുണ്ട്. ഞാനിവിടെ തന്നെ വിളിച്ചിരുന്നാൽ മതിയാ. കാണാം. എന്താടാ? അവള് കെട്ടണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നീ അവളെ റൂമിലെത്തിക്ക്.
എന്തായത് ഇതൊന്നും ഇവിടെ പറ്റില്ല. നീ പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഒന്ന് പറഞ്ഞു കേൾക്ക്, please. നിന്റെ ചെറ്റത്തരം കൈയോടെ പിടിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? പ്രിയ, അവൻ എന്ത് പറഞ്ഞിട്ട് അടങ്ങുന്നില്ല. അവൻ പ്രശ്നം ഉണ്ടാക്കിയേ പോളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പക്ഷേ നീ വിചാരിച്ചാ പറ്റും. ഞാനും സഞ്ജു എന്തായി പറയുന്നേ? സഞ്ജു അല്ല മോളെ. ഇനി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കൊള്ളാം, മോളുടെ അഭിനയൊക്കെ കലക്കി. എല്ലാം ഇതിലുണ്ട്. മോള് മനസ്സ് വെച്ചാ ഇതാരും അറിയില്ല. അല്ലെങ്കിൽ മറ്റവന്മാർ വന്ന് ചാടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോണം. ഇതിപ്പോ കുറെ നേരമായല്ലോ. നീ അയാളെ ഒന്ന് വിളിക്ക്. എന്താടാ ഫോൺ കട്ട് ചെയ്തറാ. പ്രിയൊന്ന് വിളിച്ചു നോക്ക്. ജീവിച്ചിരിപ്പുണ്ടോ ആവോ? നോക്കാം. അത് പോയി മോനെ. ഹലോ, നിങ്ങളിപ്പോ എവിടെയുള്ളേ? ഡാമിന് സൈഡിൽ എവിടെ? ഇവിടെ ബ്രിഡ്ജില്ലേ, അതിന്റെ അടുത്തോട്ട് വരും. ആ, അവിടുന്ന് കുറച്ച് മാറി അടുത്തൊരു പമ്പ് ഹൗസ് ഉണ്ട്. അങ്ങോട്ട് വാ. ഓക്കെ ഏട്ടാ, നമ്മളിപ്പോ എത്താം. പിന്നെ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവന്മാരെയും കൂട്ടിക്കോ. എൻ്റെ ഒപ്പം 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഓ, ഞങ്ങൾ എത്തി. എന്താടാ ഓ, രക്ഷപ്പെട്ടു. അതിന് നമ്മുടെ കയ്യിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി. നൂറേ കേരള. അവൻ്റെ ഒപ്പം ഫ്രണ്ട്സ് ഉണ്ടെന്ന്. നിങ്ങൾ നേരത്തെ വന്നു? ഇല്ല ബൈ, ഞങ്ങളിപ്പോ കുറച്ചു നേരം ആയിട്ടുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ബൈ? കുഴപ്പമില്ല. നമുക്ക് ഈ സ്പേസ് ഒന്ന് മാറ്റിപ്പിടിക്കണം. ചെറിയൊരു കാര്യമുണ്ട്, പക്ഷേ ഇന്ന് തന്നെ വേണം. അതൊക്കെ, പക്ഷെ അതിന് മുന്നേ ഇവിടെ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട് ബൈ. എന്ത് വർക്ക്? ചെറിയൊരു മറുപണിയാ. പാർട്ടി ലൈനിലുണ്ട്. അതങ്ങ് കൈയോടെ കൊടുത്തിട്ട് വന്നാ പോരെ? എന്നാ പിന്നെ ഞാനും വരാം. ഹലോ. ആ, കണ്ട് ഇറങ്ങി വാ. നൂറെ, നീ ഇവിടെ ഇരുന്നോ, ഇറങ്ങണ്ട. വാടാ. കൂടി ഞങ്ങളെ ഉണ്ടാക്കിയിട്ട് കടന്നുകളെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ടായപ്പോൾ കണ്ടതല്ലാതെ അവന്മാരെ ആരും നമുക്കറിയില്ല. വായിക്കെന്താ അവന്മാരുടെ പ്രശ്നം? राघव जी,
मुझे पता है कि तेरा हालत अब थोड़ा बुरा है. वी आर फ्रेंड्स, लेकिन क्या करें, बिजनेस में दोस्ती के सेंटिमेंट्स नहीं चलेगा ना. मे बी आई कैन हेल्प यू, बट आई नीड समथिंग बिग इन रिटर्न. നീ ആലോചിക്ക്. This is ridiculous. You don't understand what I mean. ये गुड़िया कौन है? हाँ? But I need something big in return. മോളുടെ ഓൾഡ് ഫ്രണ്ട്സിനൊക്കെ കോണ്ടാക്ട് ചെയ്തോ? ലിസൺ, ഐ ഗോട്ട് സം ഗുഡ് ന്യൂസ് ഫോർ യു. എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ പ്രദീപ് 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നില്ലേ? ഹി ഹാസ് ഓഫർഡ് യു എ ജോബ്. അയാളുടെ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന ഒരു മോഡലിംഗ് ഫേം, അതിലേക്കാണ് ഓഫർ. എൻ്റെ ഒപ്പീനിയൻ ചോദിക്കാൻ പറഞ്ഞു. ഐ സെഡ് യെസ്. നീ ഇങ്ങനെ അമ്മ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. യു ഹാവ് ടു ഗെറ്റ് engaged yourself in something else. Move on. പേടിക്കണ്ട മോളെ, അയാളിപ്പോ വരും. അതുവരെ നമുക്കിവിടെ സംസാരിച്ചിരിക്കാം. Why did you reject my offer? നീ ആ ഓഫർ സ്വീകരിക്കുന്ന ഞാൻ കരുതിയത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യമില്ലായിരുന്നു. കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും. എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്തേനെ. ഞാൻ കണ്ടതാ അയാളവിടെ ചത്തൊന്ന് കരുതിയത്. പക്ഷെ ആരാടാ അയാള്? തന്തയാടാ, അവളുടെ തന്ത. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണ്? കൊല്ലണ്ടോ അയാള്?
വിളക്ക് അടച്ച് കതകും അടച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കാലെടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പൊ ദേ കിടന്നടിക്കുന്നു. എന്താ എന്താ നമ്മുടെ മൊബൈല് നോക്കുമ്പോ ആരാ? നമ്മുടെ സണ്ണിച്ചൻ. സാധാരണ അവൻ എനിക്കിട്ട് പണി തരാനേ വിളിക്കാറുള്ളൂ. ഇപ്പൊ അവന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നു. അപ്പോഴേ ഇന്നത്തെ വീട്ടിൽ പോക്ക് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. കയറി ചെന്ന ഇടത് ഭാഗത്ത് ആദ്യം കാണുന്ന മുറി നിങ്ങള്. അപ്പൊ പോയി ഫ്രഷ് ആയി വാ. അപ്പോഴേക്ക് ഡിന്നർ റെഡി. നിങ്ങൾ എത്ര ദിവസം കാണും? ഒരു 2-3 ദിവസം ഉണ്ടാവും. അതെ. അപ്പൊ നമുക്ക് 2 ദിവസം അടിച്ച് പൊളിക്കാം. എന്തേ ചെല്ലേ പോയി ഫ്രഷ് ആയിട്ട് വാ. ഈ സ്നേഹം എന്നുണ്ടായാൽ മതി. ഹലോ, നീ ആ നമ്പറിനെ പറ്റി അന്വേഷിച്ചില്ലേ? ഒരു അരമണിക്കൂർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കിട്ടി ഉടനെ വിളിച്ചു പറഞ്ഞേക്കാം. ശരി, പെട്ടെന്ന് വേണം, തിരിച്ചു വിളിക്കാം. ബായ് വിളിക്കുന്നു. ബായ്. നിന്നോടൊക്കെ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇതുവരെ അവന്മാരെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ബായ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കൂടി. അറിയാനും അന്വേഷിക്കാനും വേറെ ഉണ്ട് ആൾക്കാർ. അറിയാലോ. ബായ്, ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഒപ്പം അവന്മാരും ഉണ്ടാവും. ഉറപ്പാ. മതി. എങ്ങനെയുണ്ട്? ഒക്കെ വർക്കിച്ച് സ്പെഷ്യലാ. ഇവിടെ വരുന്നവർ നമ്മളെ മറന്നാലും വർക്കിച്ച് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് മറക്കൂല. എങ്ങനെയുണ്ട്? പൊളിച്ച്. നിങ്ങളെ പോലുള്ള പുതിയ പിള്ളേർക്കാ നമ്മുടെ കുക്കിംഗ് വലിയ പ്രിയം. എന്ത് പറ്റിയട മക്കളെ? ഇന്നലെ ഞാൻ കരുതി വന്നതിന്റെ ക്ഷീണമായിരിക്കും. എല്ലാരും ഉറുമ്പടിച്ച് മാറ്റിയിരിക്കുന്നു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാ? നൂറുദ്ദീൻ അല്ലേ ആ പേരിലെ കണക്ഷൻ? ജവഹർലാലല്ലേ? അവന്റെ പേര് അപ്പു. അനിയ 100 ഇവിടെയാണോ താമസം? ഏത് 100 ഏട്ടാ? 100 മുകളിലാ 4B മുകളിലുണ്ടാവും. സഞ്ജു പറയടാ. ഞാൻ ഈ 100ന്റെ ലോഡ്ജിന് മുമ്പിലാണ്. അവന്റെ കൂടെയുള്ളവന്മാരിൽ ഒരുത്തൻ എബി, മറ്റൊരുത്തൻ കിരൺ. ഈ എബി എന്ന് പറയുന്നവന്റെ വീട് CMS-ലാ. നീ അങ്ങോട്ട് വിട്ടോ. അവിടെ ചെന്ന് ഒരു ജെർമിയന്റെ വീട് അന്വേഷിച്ചാൽ മതി. അയാളുടെ മകനാണ് എബി. ഓക്കെ. എന്താടാ? ഇവിടെ താമസിക്കുന്ന 100ന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടാ? ഏത് ഫ്രണ്ട്? സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. സ്കൂളോ? ഏത് സ്കൂള്? കോട്ടൺ ഹിൽ. അപ്പൊ നീ പെങ്കൊച്ചുങ്ങൾ പഠിക്കണ സ്കൂളിലാണ് പഠിച്ചത്? എന്താടാ പഴുവേറി? ഞാൻ 100ന്റെ ഫ്രണ്ടാ. 100ന്റെ ഫ്രണ്ടാണല്ലേ? സ്കൂളിൽ പഠിച്ചത് കോട്ടൺ ഹിൽ. തന്റെ ഒരു ഫോണ്. കാലിൻ്റെ ഇടയിൽ കയറിട്ടോണ്ടോ പഴുവേർമനെ നീ സർക്കസ് കളിക്കുന്നത്? എന്താണിത്? നീയൊക്കെ ഏത് നോക്കിയാടാ ഇരിക്കുന്നത്? കണ്ടവന്മാരൊക്കെ ഇറങ്ങുന്ന കണ്ടില്ലേ? ഇറങ്ങി പോണാവുന്നു. എന്തിനാണത്? നമ്മളൊക്കെ 90s കൾട്ട് ടീമല്ലടേ. വേണ്ടാന്ന് വെക്കുമ്പോ ചെലവന്മാരുണ്ടല്ലോ. എന്തോടാ അന്ത ഭയർക്കട്ട്. ഇതാ പ്രിയയുടെ വീടല്ലേ?
ഹലോ, നീ എവിടെ ഉണ്ട്? എന്താടാ വല്ല പ്രശ്നമുണ്ടായോ? ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ കാണുമ്പോൾ പറയാം. നീ പോയ കാര്യം എന്തായി? അവന്മാരവിടെ എത്തിയിട്ടൊന്നുമില്ല. ശരി, ഞാനങ്ങോട്ട് വരാം. ആരും എൻ്റെ കൂടെ വേണ്ട. സ്വന്തം മോളെ കൊന്നവനോട് പടച്ചവും പോലും പൊറുക്കില്ല. പിന്നെ ഞാനെന്തിനാ? അവന് വേണ്ട തന്നെയാണ് എനിക്കവനെ. ഇനിയും നിന്നെ ഓരോ പ്രശ്നത്തിൽ പോയി ചാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നൂറ, നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. ഇല്ല നൂറെ, അങ്ങനെ ആരെയും പേടിച്ച് തിരിച്ചു പോകുകയൊന്നും വേണ്ട. ഞാനുണ്ടാ നിന്റെ കൂടെ. അളെ നൂറെ, അവൻ പറഞ്ഞാൽ ശരി, നമുക്ക് പോവാം. ഈ ഫോണും മാങ്ങാത്തിലൊന്നും മേടിക്കാൻ നിൽക്കണ്ട. ഇനി വള്ളി പിടിച്ച ഉള്ള തടിയുടെ കേടാ വിളിയാ. വിട്ടേക്കടാ നമുക്ക്. ആ പ്രിയ, അപ്പൊ തിരക്കില്ല? ഇല്ല, ഞാൻ വേറെ സ്ഥലത്താ. താനും സുന്ദരവും ഒക്കെ ഫ്രണ്ട്സാ? സുന്ദരോ? അതാരാ? അറിയാത്തൊരാളെങ്ങനെയാ തന്റെ വീട്ടിൽ വരുന്നത്? എന്റെ വീട്ടിലോ? ആര്? ഞാൻ കണ്ട ആളിന്റെ പേര് സുന്ദർന്നാ. സുന്ദർ? ഏതായിരിക്കും നമ്മളോട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആള്? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞതും നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരേ ആളാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അവരേത് തരക്കാരാണെന്നും എന്ത് ബിസിനസ് ചെയ്യുന്നവരാണെന്നും എനിക്കറിയാം. നീ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. ഇവന്മാരൊക്കെ ആരാ? പ്രിയ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ നൂറും കിരണും പറഞ്ഞത് ശരിയെന്ന് എനിക്കും തോന്നി. എന്തായാലും അവന്മാർ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നൂറിനും സഞ്ജനയ്ക്കും വേണ്ടി, പ്രിയയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. ഇനിയെല്ലാം വരുന്ന പോലെ കാണാം. പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇച്ചിരി പടിഞ്ഞാറോട്ട് മാറിയ ഒരു മലയുണ്ട്. അതിന്റെ ഉച്ചിയിൽ ഒരു കോട്ടയും. മനുഷ്യന്മാരാരും അങ്ങോട്ട് പോകാറില്ല. ഈ 4 എണ്ണം ഏത് സമയം നോക്കിയാലും അവിടെയാ. കള്ളും പെണ്ണും കഞ്ചാവും എല്ലാ പരിപാടിയും ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ പിള്ളേരാ, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളോർത്താ. ദൂരെ, നീ പറഞ്ഞതാ ശരി. അവന്മാരിനി വേണ്ട. നിനക്ക് ഉറപ്പാണോ? അതേടാ ഉറപ്പാ. അവളുടെ വീടാ. അവളുടെ വീട് ജവഹർനഗറിലല്ലേ? അവിടെ കണ്ടാണ്. ആ, അവിടെ തന്നെ ഈ അപ്പു എന്ന് പറഞ്ഞവന്റെ വീട്. ഹലോ പ്രിയ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? സഞ്ജുവിനും ടീമിനെ ഞങ്ങൾക്ക് വേണം. അത് നീ വിചാരിച്ചാലേ നടക്കും. നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എടാ നിർത്ത്. ഹലോ ഹലോ സഞ്ജു, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. താനെന്റെ വീട് വരെ വാ. ശരി. മമ്മി, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് വരുമെന്ന്. കയറിയിരിക്കും മോനെ. അവിടുത്തെ അവനും അവന്റെ കമ്പനിക്കാരുമായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുട്ടി. അവിടെ തന്നെ നിൽക്കാണോ? കയറിയിരിക്കെ. കുഴപ്പമില്ല ആൻറ്റി. അതാരോ ഒപ്പം വന്നേ? അതെന്റെ കൂട്ടുകാരൻ ആൻറ്റി. പ്രിയൊക്കെ അറിയാം. അവരെ ഞാൻ പൊക്കും. അതിന് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താടോ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഒരു ഫോൺ വന്നതാ. എന്തേ? വിട്ടോ പോ.
വഴി തേടുന്നേ ചുവടുകൾ ചേരുവനകടൽ താണ്ടുമൊരു വയലുരുകണ പടകളായി വരികയായി ചിതറി പടരുമീ നീളവഴികളിൽ പടയണി പുളകമായി ഇരുകത്തിയിടയുള്ള ഇടനെഞ്ചിൽ കരിവുള്ള വിധികളെ ഉടയ്ക്കുന്ന കനലൊരുക്കം നെഞ്ചുകാട്ടുപേരുമായി ഉള്ളു തേങ്ങും മന്ത്രമായി ഹൃദയങ്ങളും നിൽക്കുന്ന ഇടിമുഴക്കം നെഞ്ചിലാടും തീപാറും മിന്നൽ ചില്ലായി തിരികത്തുന്നു ഉള്ളിൽ പിടയും മെഴിതോവും വെള്ളിൽ കിളിയായി വഴി തേടുന്നു കരളുകൾ വിങ്ങും കരളുകൾ വീരിനുയിരുകൾ പൂട്ടുന്ന കളികളായി വിളിക്കടാ 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 രാഘവനെ കിട്ടണല്ലേ ചുവടുകൾ ചേരുവനകടൽ താണ്ടുമൊരു വയലുരുകണ പടകളായി വരികയായി ചിതറി പടരുമീ നീളവഴികളിൽ പടയണി പുളകമായി ഇരുകത്തിയിടയുള്ള ഇടനെഞ്ചിൽ കരിവുള്ള വിധികളെ ഉടയ്ക്കുന്ന കനലൊരുക്കം നെഞ്ചുകാട്ടും പേരുമായി ഉള്ളു തേങ്ങും മന്ത്രമായി ഹൃദയങ്ങളും നിൽക്കുന്ന ഇടിമുഴക്കം നെഞ്ചിലാടും തീപാറും മിന്നൽ ചില്ലായി തിരികത്തുന്നു കരളുകൾ വിങ്ങും കരളുകൾ വീരിനുയിരുകൾ പൂട്ടുന്ന കളികളായി അലകളായി ചീറി പടരുമീ രണമൊഴുകുമീ ഇടങ്ങളിൽ തകിലുമായി ഓർവിളിക്കും കണ്ണുമായി ആർത്തലയ്ക്കും ശബ്ദമായി നീർക്കിളികളത്തു ചേരും പടയൊരുക്കം വിധി കാട്ടി തുടിക്കുന്ന മനസ്സുകൾ അലിയുന്ന മതിലുകളും നിൽക്കുന്ന മണിമുഴക്കം എടാ സംഗതി എന്തൊക്കെയാണെങ്കിലും ഇവന്മാരെ സമ്മതിക്കണം കേട്ടോ വമ്പൻ സെറ്റപ്പ് തന്നെയായിരുന്നു പിന്നെന്തിനാ അവന്മാർ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും താമസിക്കും? എടാ പരമ്പരാഗതമായിട്ട് ഈ വില്ലന്മാര് താമസിക്കുന്ന ഇങ്ങനെ സെറ്റപ്പിലല്ലേ നീ പഴയ സിനിമ കണ്ടിട്ടില്ലേ ടി ജി രവി ജോസ് പ്രകാശ് എല്ലാരും ഇങ്ങനെയാണ് പിന്നെ മുതലില്ലെന്ന് മാത്രം എന്നാലും ഇവന്മാരെ സമ്മതിക്കണം. ഇവിടെ വല്ല പാമ്പോ പുലിയോ പഴുതാരൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ തന്നെ ഇവന്മാരെ പോലുള്ളവർ അതൊന്നും ചെയ്യില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മോഷ്ടിക്കാൻ പോയവനെ പാമ്പ് കടിച്ചു വന്നു, ബോംബ് വയ്ക്കാൻ പോയവൻ ആക്സിഡന്റ് ചത്തുന്നു? ഇവന്മാരൊക്കെ ഒരു പ്രത്യേക ജന്മങ്ങളാ. അല്ല ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാവുന്ന എന്റെ പേടി. എന്ത് പ്രശ്നം? ഇവരൊക്കെ ചത്താലും ആർക്കാ നഷ്ടം? എന്തൊക്കെയായിരുന്നു യാത്ര, കിഡ്നാപ്പ്, കല്യാണം. ഇത് പണ്ടാരാണ്ട് പറഞ്ഞാൽ ഈ കൊട്ടലും കൂടുതലോ വല്ല വേണ്ട വരണ്ടായിരുന്നു. മോനെ ബി കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീ നമ്മുടെ രശ്മി അങ്ങ് മറന്നേരെ അല്ലടാ. അളയാ നീ അവക്ക് വേണ്ടി വെച്ച വെള്ളമില്ലേ അതങ്ങ് വാങ്ങിച്ച. നമുക്ക് ഓരോ പോഞ്ചി വെള്ളം കൊണ്ട് കാച്ചിയാലോ? എന്ത്? നമുക്കേ ഓരോ പോഞ്ചി വെള്ളം കൊണ്ട് കാച്ചിയാലോ? ഇങ്ങനെ കാച്ചിയാലോ?
പണ്ട് കൊളംബസ് ഇന്ത്യ എന്ന് പറഞ്ഞ അമേരിക്കയിൽ പോയ പോലെയാണ് നമ്മുടെയൊക്കെ യാത്ര. ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് അധികം സംഭവങ്ങൾ നിറഞ്ഞ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു യാത്രയുടെ തുടക്കത്തിന്. അയ്യോ പോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാ വീട്. ഇതാണോ വീട്? ഇതാളുടെ അവളുടെ വീട്. ഇത് വീടോ? അവളുടെ മുറി. ഇതൊരു പൂജപ്പുര സെൻട്രൽ ജൂരി അത് അവളുടെ അപ്പൻ എന്നെ പിടിച്ചു. അവളുടെ റൂം. മിണ്ടാതെ മിണ്ടാതെ. കൊലക്ക്